ലാൽ ജോസ്, ഈ സിക്സ് പാക്ക് ഇല്ല, മസിലൊന്നുമില്ല, മലയാള സിനിമയിൽ ഇതൊക്കെ ഇന്ന് അത്യാവശ്യം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇല്ലാണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ആര് പറയുന്നു? ഇവിടെ നമ്മളുടെ നായകന്മാർ എല്ലാവരും നമ്മളുടെ മലയാളി പുരുഷ ലക്ഷണം എന്ന് പറയുന്നത് കുംഭ, പുറത്ത് രോമം, വെടിക്കല, കഷണ്ടി, മുതുകത്ത് രോമം ആണ് മലയാളി പുരുഷനെ കുറിച്ചുള്ള സങ്കല്പം തന്നെ. അപ്പോൾ അതുകൊണ്ട് സിക്സ് പാക്ക് ഇവിടെ ചിലവാകില്ല. അത് സീറോ സൈസും സിക്സ് പാക്കൊക്കെ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ ആയിക്കോട്ടെ. ഇപ്പോൾ എല്ലാവരും അന്യഭാഷയിലേക്കും ബോളിവുഡിലേക്കൊക്കെ പോകുന്നു. ചാക്കോച്ചൻ്റെ കൂടെ അഭിനയിച്ച അസിൻ, നയൻതാരയൊക്കെ ഈ പറയുന്ന പോലെ എല്ലാ ഭാഷകളിലേക്കും കടക്കുന്നു. പൃഥ്വിരാജ്, ചാക്കോച്ചൻ അങ്ങനെ വല്ല പ്ലാനുണ്ടോ? ഇല്ല, ഞാൻ ഇടയ്ക്ക് തമിഴിൽ നിന്ന് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് താല്പര്യമുള്ളപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. മലയാള സിനിമയ്ക്ക് ഏറ്റവും മോശമായ ഒരു സമയമായിരുന്നു. ഷക്കീല പടങ്ങൾ തിയേറ്ററുകളിൽ ഓടുന്നു. ഇപ്പോൾ പറയുന്നു ന്യൂ ജനറേഷൻ സിനിമകൾ, ഒരു ബെർമൂഡിയും കൂളിംഗ് ഗ്ലാസും ഉണ്ടായാൽ അത് ന്യൂ ജനറേഷൻ സിനിമയായി. പിന്നെ അത്യാവശ്യം അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചാൽ അങ്ങനൊരു ട്രെൻഡ് സെക്ടറിന് പുറകെയാണോ മലയാള സിനിമ എപ്പോഴും പോകാറ്? സിനിമയുടെ ബേസിക്കായിട്ടുള്ള ഒരു സ്വഭാവം തന്നെ മുൻപേ ഗമിച്ചിടുന്ന ഗോവുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല. അത് ദോഷമാണ് ചെയ്യുക. അത് കുറേ പേർക്ക് ദോഷം ചെയ്യും, കുറേ പേർക്ക് ഗുണം ചെയ്യും. ഞാൻ വന്നതിന് ശേഷമുള്ള ഒരു 10 വർഷങ്ങൾ എടുത്തു നോക്കിയാൽ 10-11 വർഷത്തെ ഒരു സൈക്കിൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു കോമഡി സിനിമകളുടെ ഒരു ട്രെൻഡ് വന്ന് അതൊരു 2-3 വർഷം 3-4 വർഷം അതിങ്ങനെ സജീവമായി നിൽക്കുന്നു. അതും അടുത്തതും ബോറടിക്കുമ്പോഴേക്കും ആക്ഷൻ സിനിമകൾ വരും. ആക്ഷൻ സിനിമകൾ ബോറടിച്ച് വരുമ്പോഴേക്കും ഫാമിലി ഡ്രാമകൾ ആരംഭിക്കും. ഫാമിലി ഫിലിംസും അടുക്കുമ്പോൾ ആക്ഷൻ ഫിലിംസ് തുടങ്ങും. ആക്ഷൻ ഫിലിംസും അടുക്കുമ്പോൾ കോമഡി പടങ്ങൾ തുടങ്ങും. കോമഡി ഫിലിംസിൻ്റെ സർക്കിൾ അവസാനിക്കുന്നതോടുകൂടി വീണ്ടും ഷക്കീല രംഗത്ത് വരും. അത് ഒരു സൈക്കിളുണ്ട്. ഇപ്രാവശ്യം ഈ അഭിലാഷയ്ക്കും ഷക്കീലയ്ക്കും ശേഷം വന്നത് ന്യൂ ജനറേഷൻ സിനിമകളാണ്. ഒറ്റപ്പാലം NSS കോളേജിൻ്റെ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ സിനിമ എന്നുള്ളൊരാഗ്രഹം അന്നേ മനസ്സിലുള്ളതായിരുന്നു. അത് സിനിമ എൻ്റെ സങ്കല്പങ്ങളിലേ ഉണ്ടായിരുന്നില്ല. സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ അന്ന് സിനിമകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഞാനായിരുന്നെങ്കിൽ അത് ഇങ്ങനെയല്ല ചെയ്യാന്നൊക്കെ പറയുന്നത്. അത് എന്ത് ധൈര്യത്തിലാണ് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. മാനുവൽ കളർ പ്രോസസ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിൽ പോയതാണ്. അവിടെ ഞാൻ താമസിച്ചിരുന്ന മുഴുവൻ സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെയും അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ താമസിക്കുന്ന ലോഡ്ജിലായിരുന്നു. ഞാൻ താമസിച്ച ദിനേശ് എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻറ്റ് സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഇളയരാജയുടെ സ്റ്റുഡിയോയിൽ അവൻ്റെ കൂടെയാണ്, ദിനേശിൻ്റെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവരാണ് കണ്ടെത്തുന്നത് എനിക്ക് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാനുള്ള ഇതുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ച ഒരു സിനിമ ഉണ്ടാവുന്നത് അടുത്തുനിന്ന് കാണാനുള്ള ഒരു അവസരമാണ്. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടവും ആഗ്രഹമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നാടകത്തിൽ ചാൻസിന് വേണ്ടിയിട്ട് കോളേജിലെ പ്രധാന സംവിധായകരുടെ പുറകെയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ ദയവിൽ അവസാനം കൊച്ചമ്മേ ചായ, പ്രഭു ആരോ കാണാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആരവിടെ എന്ന് പറയുമ്പോൾ ഉത്തരവ് എന്ന് പറയുന്ന പടൻ, അങ്ങനത്തെ റോളുകൾ കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഉദയയുടെ ബാനറിൽ എപ്പോൾ ഒരു സിനിമ പ്രതീക്ഷിക്കാം? ഒരു 2 കൊല്ലത്തിനുള്ളിൽ എന്തായാലും പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാൽ ജോസിനെ വെച്ച് സംവിധാനം ചെയ്യുമോ? നിർബന്ധമില്ല. പുള്ളിപ്പുലികൾ മാട്ടിൻകുട്ടി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം ഞാൻ താങ്ക് ഗോഡ് എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. അപ്പോൾ അതിൽ 170 പേര് വെരി ഗുഡ്, നല്ല സിനിമയാണ്, കാണാത്തൊരു ഞങ്ങൾ എന്തായാലും കാണും എന്നൊക്കെ പറയണതിൻ്റെ ഇടയിൽ ഒരുത്തൻ ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് മൂവി